അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഞാനിന്നൊരു ഗൗൺ ഡിസൈൻ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഗൗൺ. നല്ല ഫ്ലോറൽ ഡിസൈൻ ഗൗണാണ്. അതിന് കോട്ട് വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മോഡലൊക്കെ തയ്ക്കാം. അതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇതാണ് തയ്ച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നെക്കൊന്നും ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്കിൽ ഫ്ലോറൽ വന്നിട്ടുള്ള റെഡ് ഉള്ളി ഗൗണാണ്. അതിന് പ്ലെയിൻ കളറാണ്. നമ്മളിപ്പോൾ പ്ലെയിനാണ് ഗൗൺ തയ്ക്കണമെങ്കിൽ ഇതേപോലെ ഫ്ലോറലായിട്ടുള്ളതോ സീക്വൻസ് ഉള്ളതോ ഒക്കെ നമുക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതിന് അടിപൊളി വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴുത്തൊന്നും തുന്നിയിട്ടില്ല, അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ സിയാമോളും ഫിസക്കുട്ടിയും പിന്നെ വേറെ കസിൻ്റെ മക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിപ്പോൾ ബ്ലാക്കിൽ ഫ്ലോറൽ ഡിസൈൻ അല്ലേ. സിയാമോൾക്ക് തയ്ച്ചത് ഇതുപോലെ നേവി ബ്ലൂവിൽ ഫ്ലോറലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമുക്കിതേപോലെ കഷ്ണങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അതായത് അവിടെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷേ നല്ല വില കുറവാണ് കേട്ടോ. നിങ്ങൾ തയ്യൽ പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടയിൽ പോവാം. സുലു എന്നാണ് ഷോപ്പിൻ്റെ പേര്. നല്ല വില കുറവിൽ കിട്ടും. അപ്പോൾ നല്ല ഗൗൺ അടിച്ചതിൻ്റെ ബാലൻസൊക്കെ വലിയ വലിയ പീസുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ പീസ് കിട്ടിയതാണ് ഞാൻ ബ്ലാക്കും തയ്ച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, ഇതതിന് ലൈനിങ് എടുത്തിട്ടുള്ളതാണ്. ലൈനിങ്ങിന് 1 മീറ്റർ 30 രൂപ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതും ക്രേപ്പ് ലൈനിങ് ആണ് കോട്ടിന് വേണ്ടി എടുത്തത്. അത് 30 രൂപയാണ്. ഇത് കോട്ടിന് വേണ്ടി എടുത്ത മെറ്റീരിയലാണ്. ഇത് സെമി ജൂട്ട് എന്നൊക്കെ പറയില്ല. അതായത് ജൂട്ടല്ല, ജൂട്ടിൻ്റെ ഒരു മോഡലിൽ വരുന്ന മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലാണിത്. ഇതിനും മീറ്റർ 30 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ കാണണ്ടേ. അപ്പോൾ ആദ്യം ഞാൻ ബ്ലാക്ക് ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞു. ബ്ലാക്കിൻ്റെ കട്ടിങ്ങൊന്നും എടുത്തിട്ടില്ല. ഈ ബ്ലൂവിൻ്റെ കട്ടിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവർക്ക് ആർക്കെങ്കിലൊക്കെ മെറ്റീരിയൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സുലു എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. എറണാകുളം കലൂർ കറുകപ്പള്ളിയിലാണ് ഈ ഷോപ്പുള്ളത്. കുറേ മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതാ നോക്കിയേ, ഞാൻ രണ്ടാക്കി മടക്കിയിട്ടേക്കാണ്. നമ്മുടെ ഗൗണാണ് തയ്ക്കാൻ പോണത് ആദ്യം. അപ്പോൾ ഗൗണിൻ്റെ മെറ്റീരിയൽ അല്ല, അതിൻ്റെ ലൈനിങ് ആണിത്, ക്രേപ്പ് ലൈനിങ് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗണിന് എത്ര ഇഞ്ച് ബോഡി ലെങ്ത്ത് വേണം നോക്കുക. അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കിതാ ഇതുപോലെ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒന്ന് നേരെയാക്കി വരച്ചിട്ടുണ്ട്. നേരെ തന്നെ കേട്ടോ, ക്യാമറയെ കാണുമ്പോഴാണ് ചരിഞ്ഞിരിക്കുന്നത്. ഞാൻ കറക്റ്റ് നേരെ തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബോട്ടനൊക്കെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടും മൈനസ് ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ ഷോൾഡർ അളന്നെടുത്ത് അത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത് അത് തന്നെ നമുക്ക് കൈക്കുഴിയും വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ. അപ്പോൾ കോട്ടും ഏകദേശം ഈ അളവ് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. കോട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഓപ്പൺ സൈഡ് ഫ്രണ്ടിലേക്ക് ആക്കുക എന്ന് മാത്രം. ഇതിൽ ഓപ്പൺ സൈഡ്, ഗൗണിന് ഓപ്പൺ സൈഡ് ബാക്കിലേക്ക് ആക്കുക. അതാണ് കേട്ടോ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് അളവ് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് അളവ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 15-ാം തീയതി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തയ്യൽ ഒട്ടും അറിയാത്തവർക്കും കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്കും ഒക്കെ പറ്റിയ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പിലൂടെയാണ് ക്ലാസ്, റെക്കോർഡഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഏത് പ്രായക്കാർക്കും എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് തരുന്നത്. അതായത് വാട്സപ്പിലൂടെ റെക്കോർഡഡ് ആയിട്ടാണ്. പിന്നെ റെക്കോർഡഡ് ആയിട്ട് തരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാനും പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ വിളിക്കുക. ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അതിന് 2 മാസത്തെ കോഴ്സ് വെറും 1000 രൂപ മാത്രമേ ഉള്ളൂ. തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ ഗൗണിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ. ഇല്ലാതെ തന്നെ നമുക്ക് ബാക്കിൽ ഇപ്പോൾ സിബ് കൊടുക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇതുപോലെ ഓപ്പൺ സൈഡിൽ നിന്ന് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ കോട്ടാണ് അടിക്കുന്നതെങ്കിൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് നെക്കും ഫ്രണ്ടിലാ കർവും ഒക്കെ കൊടുക്കാം. നെക്കിൻ്റെ അളവ് കുറച്ച് വലുതാക്കി കൊടുക്കണം കോട്ടാകുമ്പോൾ. എന്നിട്ട് ഇറക്കം കുറച്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ കോട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതാണെങ്കിൽ കൈക്കുഴി നമ്മൾ ഫ്രണ്ട് പീസിൽ, അതായത് ആ മടക്കമുള്ള പീസ്, അതായത് നമ്മളിപ്പോൾ ബാക്കിൽ സിബ് വെക്കണോണ്ട് ഓപ്പൺ പീസ് ബാക്കിലേക്കും മടക്കമുള്ള പീസ്
ഫ്രണ്ടിലേക്കുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഈ പീസുകളെല്ലാം കൂട്ടിച്ചേർക്കണം. ഇതിനിങ്ങനെ കുറച്ച് തുമ്പുകളും വാലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് അമ്പർല സ്കർട്ടായിട്ട് വെട്ടണം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതാ പിള്ളേരെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് അടിപൊളിയായിട്ടില്ലേ? പൊക്കമുള്ളത് സിയ, ഇച്ചിരി പൊക്കം കുറഞ്ഞത് ഫിസ. പാട്ട് ഇതല്ല കേട്ടോ, നല്ല അടിപൊളി പാട്ടാണ്. പക്ഷേ കോപ്പിറൈറ്റ് വരണ കാരണം പാട്ട് ഞാൻ റിമൂവ് ചെയ്തു കേട്ടോ.